ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യയുടെ അടിസ്ഥാനം മനസ്സിലായല്ലോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ നേരത്തെ പോയത്. അതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കണ്ടു. ഭിന്നസംഖ്യയുടെ തരങ്ങൾ എന്തൊക്കെയാണ്. അതിനുശേഷം നമ്മൾ മിശ്രഭിന്നം മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് കുറയ്ക്കുന്നതുമായ ആശയം കണ്ടു അല്ലേ. സോ അവിടെ നമ്മൾ ഭിന്നസംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാ പറഞ്ഞാൽ ഛേദങ്ങളുടെ പ്രത്യേകത, ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കണം, ഒരുപോലെ ആണെങ്കിൽ നമുക്ക് നേരെ അംശങ്ങൾ കൂട്ടാൻ പറ്റും. സോ ഒരുപോലെ അല്ലാത്ത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ഒരുപോലെ ആക്കും. എങ്ങനെയാക്കുന്നത്, നമ്മൾ രണ്ട് രീതി ചെയ്തു. ഒന്ന് LCM, രണ്ടാമത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് രണ്ടിൽ കൂടുതൽ ഭിന്നസംഖ്യകൾ കൂട്ടാനായിട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും LCM ലസാഗു കണ്ടെത്തുന്ന രീതിയായിരിക്കും ഏറ്റവും എളുപ്പം. സോ ഒരു പക്ഷേ ലസാഗു അഥവാ LCM എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോ അവിടെ നമ്മൾ LCMത്തിന്റെ കുറച്ച് ബേസിക്സിലേക്ക് ഒന്ന് പോവുക. ആക്ച്വലി ലസാഗു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഇതിന് ശേഷം നമ്മൾ കാണുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ അതിന്റെ ചെറുതായിട്ടുള്ള ബേസിക് അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കാം. സോ ലസാഗു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പൊതു ഗുണിതമാണെന്ന് മനസ്സിലാക്കുന്നു. കോമൺ മൾട്ടിപ്പിൾ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM. സോ 3,6 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നു. ഇതിന്റെ LCM വേണം. സോ നോർമലി നമ്മുടെ ഗുണന പട്ടിക എടുക്കുവാണെങ്കിൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താൽ 3, 6, 9, 12 ഇങ്ങനെ പോകുന്ന എല്ലാവർക്കും അറിയാലോ. 6ന്റെ എടുത്താൽ 6, 12, 18 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ബേസിക്കലി ഇവിടെ നോക്കിയാൽ ഏറ്റവും ചെറിയ പൊതുവായിട്ടുള്ള ഗുണിതം രണ്ടുപേർക്കും 6 ആണല്ലേ. ആക്ച്വലി ഈ നമ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3യും 6ഉം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും തന്നിരിക്കുന്ന നമ്പേഴ്സിൽ അതിന്റെ ഇരട്ടി മീൻസ് 3ന്റെ ഇരട്ടിയല്ലേ 6. സോ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ജനറലൈസേഷൻ നമ്മൾ LCMത്തിൽ വീണ്ടും കാണുന്നുണ്ടാവും. നമുക്ക് കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ പൊതു ഗുണിതം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും. തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ. കാര്യം ഇതിന്റെ ഒരു ഗുണിതം തന്നെയാണ് 6 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ഇവിടെ പൊതു ഗുണിതമായിട്ട് വന്നത്. ഒന്നെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ അല്ലെങ്കിൽ അതിനേക്കാൾ വലുത്. അത് മനസ്സിലാവണമെങ്കിൽ വേറെ എക്സാമ്പിൾ നോക്കിയാൽ മതി. 3,7 എടുത്ത് നോക്ക്. 3,7. സോ 3യുടെ മൾട്ടിപ്പിൾസ് 3, 6, 9, 12 പിന്നെ 15, 18, 21 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 7ന്റെ എടുക്കുവാണെങ്കിൽ 7, 14, 21, 28 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ പൊതുവായിട്ട് വരുന്ന മൾട്ടിപ്പിൾ 21 അല്ലേ. സോ ഏറ്റവും വലിയ സംഖ്യയേക്കാൾ എന്തോ വലുത് എന്ന് വെച്ചാൽ ആ വലിയ സംഖ്യയുടെ ഒരു ഗുണിതം. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ സാധാരണ PSC പോലത്തെ എക്സാംസിലൊക്കെ ഷോർട്ട് ട്രിക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, ഒന്നെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ അല്ലെങ്കിൽ അതിന്റെ ഗുണിതം, ഏറ്റവും വലിയ സംഖ്യ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് എടുത്തു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ വർക്ക് കാരണം ചെറിയ നമ്പേഴ്സ് ആവരുത്. പക്ഷെ നമ്മൾ PSC ലെവലിൽ അപ്പുറത്തേക്കൊക്കെ എക്സാംസിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും അത് വർക്ക് ആവണമെന്നില്ല. പക്ഷെ അറിഞ്ഞിരിക്കുന്നതല്ല, അതിന്റെ ആശയം ഇതേ ഉള്ളൂ, പൊതു ഗുണിതം വരണമെന്നേ ഉള്ളൂ. സോ നമ്മൾ നോർമലി PSC ലെവലിലൊക്കെ സാധാരണ ചെയ്യാറുള്ളത് ഇപ്പൊ 3,6 ഇതിന് LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വരയ്ക്കും. എന്നിട്ട് രണ്ടിനും പൊതുവായിട്ടുള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ പൊതു ഘടകം. അതിനാണ് നമ്മൾ ഘടകം നേരത്തെ പഠിച്ചതൊക്കെ. സോ പൊതു ഘടകം 3ന്റെ 6ന്റെ പൊതു ഘടകം മനസ്സിലാവണമെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾസ് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. എപ്പോഴും നമ്മൾ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ ശ്രമിച്ചാൽ മതി. ആ ഐഡിയ മനസ്സിലൊന്ന് ലിങ്ക് ചെയ്യാമെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരില്ല. സോ 3നും 6നും പൊതുവായിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 3 ഉണ്ടെന്ന് അറിയാമല്ലോ. സോ അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 1,2 വരില്ല. 3/3 1 കിട്ടും, 6/3 2 കിട്ടും. ഇനി 1,2ന് കോമൺ ആയിട്ടുള്ള ഘടകം 1 മാത്രമല്ല ഉള്ളൂ. സോ അവിടെ വെച്ച് നിർത്തുക. LCM കണ്ടുപിടിക്കാൻ ഇവരെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 × 2 3 6 കിട്ടും. മനസ്സിലായോ? ഇതല്ലാണ്ടുള്ള രീതികളുണ്ട്. അത് LCM എന്ന് പറഞ്ഞ ചാപ്റ്റർ, ലസാഗു എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് മനസ്സിലാക്കുക. ഇപ്പോൾ തൽക്കാലം ബേസിക് മനസ്സിലായി. ഇപ്പോൾ ഈ ബേസിക് വീണ്ടും നമ്മൾ അവിടെ കാണുന്നുണ്ടാവും. സോ അന്നേരം ഒന്നുകൂടി റിവിഷൻ പോലെ വിചാരിച്ചാൽ മതി. ആ സമയത്ത് കാണും. ഈ 3,7 ആണ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ കോമൺ ഫാക്ടർ ഏതുണ്ട് പറയാൻ പറ്റുമോ? 1 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉള്ളൂ. സോ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട പകരം ഇവർ തമ്മിലും ഗുണിച്ചു പോയി. 3 × 7 എത്രയാ? 3 × 7 എത്രയാ? 21. സോ കോമൺ ഫാക്ടർ 1 മാത്രം വരുന്ന കേസേ ഉള്ളെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കാം. സോ 21 LCM കിട്ടും. വേറെ 1-2 എക്സാമ്പിൾസ് കൂടി പറയാം. നമുക്ക് 3 നമ്പേഴ്സ് ഒക്കെ വരുന്ന കേസ് എടുത്ത് നോക്കാം. ആ സമയത്താണല്ലോ കൺഫ്യൂഷൻസ് വരാൻ സാധ്യത. സോ ഇപ്പൊ കണ്ട 3,6ന്റെ കൂടെ 8 എടുക്കുന്നു. സോ നമ്മൾ പറഞ്ഞ ആശയം വെച്ച് ഒന്നെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും LCM. സോ 3ഉം 6ഉം എടുത്ത് നമുക്കറിയാം 6 ആണ് LCM.
പക്ഷെ 6ഉം 8ഉം എടുത്താൽ 6 പൊതു ഗുണിതമാണോ? അല്ല. സോ അതിന്റെ അർത്ഥം ഇതിന്റെ എന്തോ മൾട്ടിപ്പിൾ 8 കഴിഞ്ഞ പിന്നെ 16 വരും, 16 6ന്റെ മൾട്ടിപ്പിൾ അല്ല, പിന്നെ 24 വരും, 24 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ ഒന്നും എടുക്കാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. 3, 6, 8. ഓക്കെ, ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ LCM എന്ന് പറയുന്ന ആശയത്തിൽ മനസ്സിൽ വരേണ്ടത് ഏതെങ്കിലും 2 നമ്പേഴ്സിനെങ്കിലും പൊതുവായ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ 3 6 നമുക്ക് ആദ്യമേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൊതുവായ സംഖ്യ ഉണ്ട്, 3 കൊണ്ട് ഹരിക്കാം. സോ ഇവിടെ നമുക്ക് 3/3 1 കിട്ടും, 6/3 2 കിട്ടും. ഇനി 8നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. സോ എന്ത് ചെയ്യണം? ആ സംഖ്യ അതുപോലെ അങ്ങ് ഇറക്കി എഴുതിയാൽ മതി, നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോയില്ല. ഇനി നോക്കിയാൽ 1, 2, 8 ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് 2നും 8നും വീണ്ടും നമുക്ക് പൊതുവായ ഒരു ഘടകം ഫാക്ടർ ഉണ്ടല്ലേ, ഏതാണ്? 2 എന്ന് പറയുന്ന സംഖ്യ. സോ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1/2 ചെയ്യാൻ പറ്റില്ല, സോ 1 അതുപോലെ ഇറക്കി ഇടുന്നു. 2/2 1, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. സോ ഇനിയിപ്പോൾ 1, 1, 4, 1, 4 ഇവിടെ എന്തായാലും പൊതു ഘടകം 1 അല്ലേ ഉള്ളൂ. സോ ഇനി ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട, പകരം ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ 4 × 1 ചെയ്യുമ്പോൾ 4 കിട്ടും, × 8 × 24. സോ ഇതിന്റെ LCM 24. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ സെഷൻ. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ടാവും. ഈ ഒരു മെത്തേഡ് അറിയാവുന്നൊരു ഫോളോ ചെയ്തോ, മറ്റെന്തെങ്കിലും മെത്തേഡ് അറിയാമെങ്കിൽ അതും അത് ചെയ്തു നോക്കിക്കൂടെ, കുഴപ്പമില്ല. പക്ഷേ ഒന്നും അറിയാമോ എങ്കിൽ ആദ്യമായിട്ട് LCM കാണുന്നതാണെങ്കിൽ ഈ ഒരു രീതി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാം. LCM ചാപ്റ്ററിൽ നമ്മൾ ഇതല്ലാണ്ട് വേറെ രീതിയിൽ കാണുന്നുണ്ടാവും. ആ രീതിയായിരിക്കും നമുക്ക് LCM പ്രോബ്ലംസിലൊക്കെ ഏറ്റവും സുഖകരമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ തൽക്കാലം ഇത് മതി. സോ ഇത് മനസ്സിലായെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 5, 10, 20 ഈസി ആയിട്ട് പറയാൻ പറ്റും. 5ഉം 10ഉം 20. സോ എളുപ്പത്തിൽ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഒന്നെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 5ന്റെയും 10ന്റെയും നോക്കിയാൽ 10 ആണെന്ന് അറിയാലോ. 5ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 10. ആക്ച്വലി 5ന്റെ മൾട്ടിപ്പിൾ 20 മനസ്സിലേക്ക് വരുമെങ്കിൽ LCM നേരെ 20 ആണെന്ന് പറയാൻ പറ്റും. സോ 5ന്റെയും 10ന്റെയും LCM 10 ആണെന്ന് അറിയാമെങ്കിൽ, ഏറ്റവും ചെറിയ പൊതുഗുണിതം 10 ആണെന്ന് അറിയാമെങ്കിൽ 10ന്റെ 20ന്റെയും കൂടി നോക്കിയാൽ മതി. എത്രയാ? 20. സോ അങ്ങനെ നോക്കുക. നമുക്ക് ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. 5, 10, 20 എടുത്തു, ഡിവൈഡ് ബൈ എന്ത് ചെയ്യും? 5ഉം 10ഉം 20 പല രീതിയിൽ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ 10ഉം 20 മാത്രം കണ്ണിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാറ്. നേരിട്ട് 10 കൊണ്ട് ഇപ്പൊ ഡിവൈഡ് ചെയ്യണ്ട, തൽക്കാലം അഭാജ്യ സംഖ്യയിൽ മാത്രം എടുത്ത് ഡിവൈഡ് ചെയ്ത് പോവുക. അതിന്റെ ആശയം എന്താണെന്നുള്ളത് LCM ചാപ്റ്ററിൽ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പൊ തൽക്കാലം നമുക്ക് 5, 10, 20ൽ 5 കോമൺ ആയിട്ട് കാണാമെങ്കിൽ 5 അഭാജ്യ സംഖ്യയല്ലേ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 4 വരും, ശരിയല്ലേ? 20/5 4. ഇനി 1ഉം 2ഉം 4ഉം വീണ്ടും നമുക്ക് 2 സംഖ്യകൾക്ക് കോമൺ ഫാക്ടർ ഉണ്ടല്ലേ. 2ഉം 4ഉം നോക്കിയാൽ മീൻസ് എല്ലാ സംഖ്യക്കും 1 കോമൺ ഫാക്ടർ, നമ്മൾ 1നെ മാറ്റി നിർത്തിയാണ് സംസാരിക്കുന്നത്. 2ഉം 4ന് നമുക്ക് കോമൺ ഫാക്ടർ 2 ഉണ്ട്. സോ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്താൽ ഇത് 1 അതുപോലെ ഇറക്കി 2/2 1, 4/2 2. ഇനിയിപ്പോൾ 1, 1, 2 കോമൺ ഫാക്ടർ 1 മാത്രമല്ല, ഡിവൈഡ് ചെയ്യാൻ പോകണ്ട, എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 4 × 5 20. ആൻസർ 20 അല്ലേ? സോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. LCMത്തിന്റെ ഏറ്റവും ബേസിക് ലെവൽ. അങ്ങനെയെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിൾ ചോദ്യങ്ങൾ നോക്കാം ഫ്രാക്ഷൻസിന്റെ, എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പിന്നെ പോവാം. LCM കണ്ടുപിടിക്കുന്ന ആശയം അറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ അത് ഫ്രാക്ഷൻസിൽ അപ്ലൈ ചെയ്യുന്ന 1-2 ചോദ്യങ്ങൾ മാത്രം നോക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ സെഷൻ കാണുന്നുണ്ടാവും. സോ ഇവിടെ 1/2, 3/4, 5/8 ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഛേദങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ. സോ എന്ത് ചെയ്യണം? ഒരുപോലെ ആക്കാൻ LCM ആരുടെയൊക്കെ 2ന്റെയും 4ന്റെയും 8ന്റെയും. സോ ഇവിടെ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. 2ഉം 4ഉം 8ഉം 2ന്റെ ഒരു മൾട്ടിപ്പിൾ 4, 2ന്റെ മൾട്ടിപ്പിൾ 8 അല്ലേ, 4ന്റെ മൾട്ടിപ്പിൾ 8. സോ LCM ഏതായിരിക്കും? 8 ആയിരിക്കും. ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായെങ്കിൽ 2, 4, 8 എഴുതുന്നു. നമ്മൾ ആദ്യമേ 2 കൊണ്ട് ഹരിച്ച് നോക്കുന്നു. 2/2 1, 4/2 2, 8/2 4. വീണ്ടും 2, 4 ഇവർക്ക് ഒന്നിൽ കൂടുതൽ കോമൺ മീൻസ് ഒന്നല്ലാതെ വേറൊരു സംഖ്യ കോമൺ ഫാക്ടർ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 വന്നു, 2/2 1, 4/2 2. 2 × 2 × 2 എത്രയാ? 8. സോ LCM 8 എന്ന് കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യണം എന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരിക. സോ നമുക്ക് താഴെ 8 വരണം അല്ലേ. സോ ഇവിടെ നോക്കിയാൽ ഇവിടെ 1/2 ആ, 1/2ന്റെ അവിടെ ഈ 2ന്റെ അവിടെ 8 വരാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യും? × 4 ചെയ്താൽ പോലെ. ഇവിടെ × 4 ചെയ്താൽ 8 വരില്ലേ. സോ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാനം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. താഴെ ഡിനോമിനേറ്റർ എന്താണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഛേദത്തിൽ എന്ത് നമ്മൾ ചെയ്താലും അത് അംശത്തിലും വരുത്തണം, അല്ലെങ്കിൽ ആ ഭിന്ന രൂപം മാറിപ്പോകും. സോ ഇവിടെ × 4 ചെയ്യണം. സോ 4/8. ആക്ച്വലി 4/8നെ വെട്ടിച്ചെറുതാക്കുന്ന കാര്യം ചെറുതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇക്വലന്റ് ഫ്രാക്ഷൻ, തുല്യ ഭിന്ന രൂപം. 4/8ന്റെ തുല്യ ഭിന്ന രൂപമാണ് ഈ 1/2. സോ നമ്മൾ ഇതിന്റെയൊക്കെ തുല്യ ഭിന്ന രൂപങ്ങളിലേക്ക്
വലിയ ഭാഗങ്ങളുള്ള തുല്യഭിന്ന രൂപങ്ങളിലേക്ക് പോയാൽ നമുക്ക് ഈ പറയുന്ന ഛേദങ്ങൾ ഒരുപോലെ കിട്ടുന്നുണ്ടാവുന്നേ. അടുത്ത 3/4. 3/4 എന്ന് പറയുന്നത് 4ന്റെ അവിടെ 8 വരാൻ ഇൻറ്റു 2 ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെയും ഇൻറ്റു 2 ചെയ്യണം. സോ 6/8. 6/8ന്റെ ഒരു ചെറിയ രൂപം ആണ് 3/4. തുല്യഭിന്ന രൂപമാണ്. അടുത്ത പ്ലസ് ഇവിടെ ആക്ച്വലി 8 ഉണ്ടല്ലോ. സോ ഇനി നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണോ? വേണ്ട. സോ എന്ത് ചെയ്യണം? 5/8 അതുപോലെ ഇടാം. സോ ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഛേദങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടാൽ മതി. 4 + 6 + 5 എത്ര കിട്ടും? 6 + 4 10 + 5 15. 15/8. 15/8 എന്നുള്ളത് നമുക്ക് മിശ്ര ഭിന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അതെങ്ങനെയെന്ന് അറിയാമല്ലോ. ചെറുതായിട്ട് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ട് 15/8 ചെയ്യും. ഒരു വട്ടം പോവും 8. ഇവിടെ 7 റിമൈൻഡർ വരും. സോ 1 ആൻഡ് ഒരു വട്ടം അടങ്ങിയിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? 7. എത്രയാ? 8ൽ 7 ഭാഗമുണ്ട്. അതാണ് എൻ്റെ മീനിങ്. ഒരു പ്രാവശ്യം മുഴുവനായിട്ട് അടങ്ങിയിട്ടുണ്ട്, പിന്നെ 8ൽ 7 ഭാഗം കൂടിയുണ്ട്. അങ്ങനെയാണ് നമുക്ക് 15/8 വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. സോ ആശയം മനസ്സിലായല്ലോ. എന്തായാലും 2 ചോദ്യങ്ങൾ വേണ്ട. അപ്പോൾ ഒരു ചോദ്യത്തിൽ നമുക്ക് ഒതുക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സെഷൻ കാണുമ്പോൾ അവിടെ ഈ പറയുന്ന ഫ്രാക്ഷൻ്റെ അഡീഷൻ എല്ലാം വരുന്നുണ്ടാവും. സോ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാം. സോ ഇവിടെ നമ്മൾ ഈ ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന കേസിൽ മനസ്സിലാക്കേണ്ടത് തുല്യഭിന്ന രൂപങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. 4/8ന്റെ ഒരു തുല്യഭിന്ന രൂപമാണ് 1/2. ശരിയല്ലേ? തുല്യഭിന്ന രൂപം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബേസിക് ആശയം മനസ്സിൽ ഉറയ്ക്കേണ്ട ആശയമാണ്. പൊതു ഘടകമാണ് വെട്ടിക്കളഞ്ഞ്. പൊതു ഘടകം എന്താണ് നമ്മൾ വീണ്ടും കാണുന്നുണ്ടാവും. പൊതു ഘടകം ഇപ്പൊ ചെറുതായിട്ടൊരു അടി കിട്ടിക്കാണ്. പൊതു ഘടകം എവിടെയാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ഉസാഗ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന ആശയത്തിൽ കാണുന്നുണ്ടാവും. അതുപോലെ 6/8ന്റെ ഒരു തുല്യഭിന്ന രൂപമാണ് 3/4. അതിനൊക്കെ ചെറിയ തുല്യഭിന്നമാണ് 5/8. ഓക്കെ, 5/8 തന്നെയായിരുന്നു. സോ ആശയം മനസ്സിലാക്കി പോവുക. LCM കണ്ടുപിടിക്കുന്ന ആശയം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ LCM എന്ന ചാപ്റ്റർ കാണുന്നുണ്ടാവും. ആ സമയത്ത് ഡീപ്പായിട്ട് കാണും, ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവും. സോ അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ സെഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. LCM എന്ന് പറയുന്ന ആശയത്തിന്റെ ബേസിക് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഫ്രാക്ഷൻസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും നോക്കാം. സോ കൂട്ടുക എന്ന് വെച്ചാൽ സങ്കലനം എന്ന് പറയാം, കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വ്യവകലനം എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവും. സോ അത് നോട്ട് ചെയ്ത് വെച്ചുകൂടും അറിയാൻ പോയെങ്കിൽ. സോ ഇവിടെ അതിന് നോക്കുകയാണെങ്കിൽ 3/5 + 4/5 2 ഫ്രാക്ഷൻസ്, 2 ഭിന്നസംഖ്യകളുണ്ട് കൂട്ടാൻ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഛേദങ്ങൾ. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ അല്ലയോ? ഇവിടെ നോക്കിയാൽ സെയിം ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അംശങ്ങൾ തമ്മിൽ കൂട്ടാം. അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 4 + 3 7 7/5. സോ നേരിട്ട് ആൻസർ കിട്ടി 7/5. ഇതിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോമിലും ആക്കാൻ കിട്ടും. 7/5 ഒരു വട്ടം പൂർണ്ണമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 1 and 2/5 എന്ന് പറഞ്ഞ് എഴുതാം. അത് വേണമെങ്കിൽ കണ്ടുപിടിച്ചോ നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 3/5 + 4/3. ഇവിടെ ഛേദങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ? ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. സോ എന്ത് ചെയ്യണം? ഒരുപോലെ ആക്കണം. ഈ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. 3 × 3 9 3 × 3 9 പ്ലസ് 5 × 4 20 5 × 4 20 ഡിവൈഡ് ബൈ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ 5 × 3 15. സോ 29/15 കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ LCM ആരുടെയൊക്കെ 5 × 3 LCM എത്ര? 15 ആണല്ലേ? സോ ഇവിടെ നമുക്ക് 15 വരാൻ ഈ 5ന്റെ കൂടെ 15 വരാൻ ഇൻറ്റു 3 ചെയ്താൽ പോരെ. സോ ഇവിടെയും ഇൻറ്റു 3 ചെയ്യണം. സോ 9 വരും. മോൾ 9 വരും. അടുത്ത ഇവിടെ 3 ആണ്. ഇവിടെ 15 വരാൻ ഇൻറ്റു 5 ചെയ്യണം. സോ ഇവിടെ ഇൻറ്റു 5 ചെയ്യും. സോ 20 വരും. 9 + 20 ഇത് തന്നെ കിടക്കുന്നത് 20 + 9 29/15. സോ ആൻസർ എത്ര കിട്ടും? 29/15. ഇതിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ മിശ്രഭിന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അത് എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 1/2 + 4/8. വീണ്ടും 2 ഫ്രാക്ഷൻസുകൾ കൂട്ടാനാണ്. ഇവിടെ ഛേദങ്ങൾ നോക്കിയാൽ വ്യത്യസ്തമാണല്ലേ? 2/8. എന്ത് ചെയ്യണം? LCM അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതല്ലേ? എന്നാൽ ഈ ഭിന്നസംഖ്യകൾ ശ്രദ്ധിച്ചു നോക്കും. 1/2 ഓക്കെ. 4/8 ശ്രദ്ധിക്കുക. ആ 4/8 വീണ്ടും നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. 4/8 നമുക്ക് വെട്ടിച്ചെറുതാക്കിയാൽ എത്ര കിട്ടും നോക്കാം. ആക്ച്വലി വേണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവില്ലേ? 4ഉം 8ഉം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 4 കൊണ്ട് നമുക്ക് പൊതുവായിട്ട് ഹരിക്കാൻ സാധിക്കും. എത്ര കിട്ടുന്നുണ്ടോ? ഇവിടെ 1 കിട്ടും, ഇവിടെ 2 കിട്ടും. സോ 1/2 എന്ന് കിട്ടും. 4/8ന്റെ അവിടെ നമുക്ക് 1/2 കിട്ടും. സോ ഈ ചോദ്യം ഇപ്പൊ 1/2 + 1/2 എത്ര കിട്ടും? അരയും ഇവിടെ കൂട്ടിയാൽ 1. സോ ആൻസർ എത്ര? 1. സോ ഭിന്നസംഖ്യകൾ കൂട്ടാനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി നോക്കേണ്ടത് നമുക്ക് LCM അറിയാം, ലസാഗു മെത്തേഡ് അറിയാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാം, സമ്മതിക്കുന്നു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഏറെയാണ്. ഈ മോഡലൊക്കെ LGS ലെവലൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാക്ഷൻ കാണുമ്പോൾ നമുക്ക് അതിനെ വെട്ടിച്ചെറുതാക്കാന്ന് മനസ്സിലാകുവാണെങ്കിൽ നമുക്കിത് പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ അരയും കൂടി കൂട്ടിയാൽ 1 എന്ന് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ LCM എടുക്കും. കുറച്ച് സമയം അവിടെ നമ്മൾ ചിലവഴിക്കുന്നുണ്ടാവും അല്ലേ? അതൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റണമെങ്കിൽ
ഈ പറയുന്ന മെത്തേഡ്സ് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ നമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് വ്യത്യസ്ത രീതിയിലൂടെ ചെയ്യാൻ സാധിക്കൂ എന്ന് മനസ്സിലാവും. സോ ഇവിടെ LCM വേണ്ടുന്നവർ LCM ട്രൈ ചെയ്തോളാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടുന്നവർ ട്രൈ ചെയ്തോളാം. പക്ഷേ ഈ ഒരു രീതി മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സോ 1/12 മൈനസ് 1/30. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വെട്ടിച്ചെറുതാക്കാനൊന്നുമില്ല. 12ഉം 30യും ഡിഫറൻ്റ് ആയ ഡിനോമിനേറ്റേഴ്സ് ആണ്, ഒരുപോലെ ആക്കണം. അതിന്റെ LCM എടുക്കും അല്ലേ. സോ 12,30 LCMത്തിന്റെ ആശയം വെച്ച്, പൊതുഗുണത്തിന്റെ ആശയം വെച്ച് ഒന്നെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ 30, എന്നാലും 30 LCM ആയി വരില്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ 30, 60, 90 എങ്ങനെ പോകും. സോ 60 എടുത്താൽ 12ന്റെ മൾട്ടിപ്പിളാ, 30യുടെ മൾട്ടിപ്പിളാ. സോ ഏറ്റവും ചെറിയ പൊതുഗുണിതം LCM ഇവിടെ 60 ആണ്. സോ ഇങ്ങനെ കണ്ടെത്താൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ കണ്ടെത്തിയാൽ മതി. 12,30 എടുക്കുന്നു, നമ്മൾ അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. ആദ്യമേ 2 എടുക്കുക, 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 6 കിട്ടും, ഇവിടെ 15 കിട്ടും. 6ഉം 15 നോക്കിയാൽ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുമ്പോൾ, സോ 3 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 2 കിട്ടും. ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 ആണ്. 2ഉം 5 വന്നു. 2ഉം 5 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യകളാണ്. സോ കോമൺ ഫാക്ടർ 1 ഇവിടെ വെച്ച് നിർത്തുക, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 10, 10 3s 30, 30 × 60. സോ 60 തന്നെ LCM നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ 60 വരെ എന്ത് ചെയ്യണം, × 5 ചെയ്താൽ മതി. സോ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം, ആ സെയിം ചേഞ്ച് വരുത്തണം, × 5 ചെയ്യണം. ഇവിടെ 5 ഇടുന്നുണ്ടാവും, മൈനസ് 30 അവിടെ 60 വരെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 - 2, 5 - 2 എത്ര, 3, 3/60 എന്ന് കിട്ടും. 3/60 വീണ്ടും വെട്ടി ചെറുതാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ ആൻസർ, ഫൈനൽ ആൻസർ വരാൻ പോകുന്നത് 1/20 ആണ്. 3 കൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ 1/20 കിട്ടും. സോ അത് മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 3/4 + 5/8 - 1/4 + 7/60. 4 ഭിന്നസംഖ്യകളുണ്ട്, ഇടയ്ക്ക് കുറയ്ക്കാൻ നോക്കിയുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് നോക്കിയാൽ 4 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട്, 16 ഉണ്ട്. വ്യത്യസ്തമായ ഡിനോമിനേറ്റേഴ്സ് ആണ്. പക്ഷേ നോക്കിയാൽ നമുക്ക് 2 ഭിന്നങ്ങൾ 3/4ഉം -1/4 അവയുടെ ഛേദങ്ങൾ ഒരുപോലെയല്ലേ, ഒരുപോലെ അല്ലേ. സോ ഈ മൈനസ് ഈ 1/4 ഉള്ളതാണെന്ന് കൂടി മനസ്സിലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഇവരെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്യാവുന്നേ. 3/4 - 1/4 എത്രയാ, 2/4 എന്ന് പറഞ്ഞാൽ 1/2. ശരി, ലാര ബാക്കി പ്ലസ് 5/8 + 7/16. ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് LCM 2, 8, 16. അതിന്റെ LCM നമ്മളിങ്ങനെ വരച്ചൊന്ന് നോക്കി ചെയ്യാൻ പോകേണ്ട, ഈസി ആയിട്ട് പറയാൻ സാധിക്കും. എത്ര, 16 ആണ്. സോ ടോട്ടൽ LCM നമുക്ക് കിട്ടാൻ പോകുന്നത് 16 ആണ്. 2-ന്റെ 16 കിട്ടാൻ × 8 ചെയ്യണം. സോ ഇവിടെ മുകളിൽ 8 വരും, പ്ലസ് 8-ന്റെ 16 കിട്ടാൻ × 2 ചെയ്യണം. സോ ഇവിടെ 5 × 10 വരും, പ്ലസ് 16 ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. സോ 7 അങ്ങ് എഴുതുക. 10 + 8, 18 + 1, 25. 25/16 എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 25/16. സോ ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. സോ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, കുറെ ഭിന്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരേ ഛേദമുള്ള ഉണ്ടെങ്കിൽ അവരെ അങ്ങ് ആദ്യമേ ഓപ്പറേറ്റ് ചെയ്യുക. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആണെങ്കിൽ ആദ്യമേ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്തേക്കുക. അതിനുശേഷം ബാക്കി അങ്ങോട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 1/14 + 3/56 - 5/28. സോ ഡിനോമിനേറ്റേഴ്സ് നോക്കിയാൽ 14, 56, 28 കുറച്ച് വലിയ ഡിനോമിനേറ്റേഴ്സ് അല്ലേ. പക്ഷേ ഗുണനപട്ടിക നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിന്റെ ഐഡിയ ഇപ്പൊ തന്നെ കിട്ടും, ഏതാ പൊതുഗുണിതം. സോ 14, 56, 28. LCM വരാൻ പോകുന്ന 56 ആണ്, ഏറ്റവും ചെറിയ പൊതുഗുണിതം. അതെങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ 14, 56, 28 നമുക്ക് ഏറ്റവും ആദ്യമേ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിക്കാം. 2 ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും ആദ്യമേ പലരുടെയും മനസ്സിൽ വരിക, അതല്ലാണ്ട് കൊണ്ട്. സോ 14 / 2 7. 2 അല്ലാതെ ഏതാ ഉള്ളതെന്ന് ഇപ്പൊ മനസ്സിലാവും. 56 / 2 ചെയ്താൽ എത്ര, 28 കിട്ടും. 28 / 2 14 കിട്ടും. സോ 7, 28, 14 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് 7 എന്ന് പറയുന്ന ഒരു പൊതുഘടകമുണ്ട്. സോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7/7 1. 28/7 എത്രയാ, 28/7 14. 14/7 2. 142 ഒന്ന് വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 2 1 1 2 1 മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 4, 4 × 7 28, × 2 56. LCM എത്ര കിട്ടി, 56 കിട്ടി. സോ LCM 56 വന്നു. ഇനി 1/14, ഇവിടെ 14ന്റെ അവിടെ 56 വരെ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് ഗുണിക്കണം. 14 × 4 ആണ് 56. സോ നമുക്ക് ന്യൂമറേറ്ററിൽ ഈ 1/14ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 1ന്റെ അവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് 4 വരുന്നുണ്ടാവും, പ്ലസ് 56 ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണോ, വേണ്ട. സോ എന്ത് ചെയ്യാം, നമുക്ക് 3 അതുപോലെ ഇടാം. മൈനസ് 28ന്റെ അവിടെ 56 വരാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ടല്ലേ, 2 കൊണ്ട്. 22ന്റെ ഇരട്ടിയല്ലേ 56. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എത്ര കിട്ടുന്നുണ്ടോ, 5 × 2 10. സോ 10 കിട്ടി.
4 + 3 7. 7 - 10 എത്രയാ? 7 - 10 എത്രയാ? -3. സോ -3/56. -3/56 എന്ന ആൻസർ കിട്ടി. നെഗറ്റീവ് ആയെന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, ആൻസർ കിട്ടിയില്ലേ? സോ LCM എന്ന് പറയുന്ന ആശയം എങ്ങനെ അപ്ലൈ ചെയ്യുന്നു മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്തരം ചോദ്യരൂപങ്ങൾ കണ്ടത്. ബേസിക് ലെവലാണ്. സോ ഇത് മനസ്സിലായെങ്കിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫ്രാക്ഷന്റെ ഗുണനവും ഹരണവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലേക്കാണ്. നമ്മൾ ഫ്രാക്ഷൻ അഡീഷനും ഫ്രാക്ഷൻ സബ്ട്രാക്ഷനും എന്താണെന്ന് മനസ്സിലാക്കി, എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി അല്ലേ? എങ്ങനെയായിരുന്നു? ഛേദങ്ങൾ ഒരുപോലെ ആണോ അല്ലയോ എന്ന് നോക്കും. ആണെങ്കിൽ നേരെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളത് ഒരുപോലെ ആക്കണം, എന്നിട്ട് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഫ്രാക്ഷൻ ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ ഇതെല്ലാം ചേർന്നിട്ട് നമുക്ക് ബോർഡ് മാസ് അപ്ലൈ ചെയ്യുന്ന, ബോർഡ് മാസ് എന്താ നമ്മൾ പഠിക്കുന്നുണ്ടാവും, ബോർഡ് മാസ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കണം. പണ്ട് കാലത്ത് പഠിച്ചതാണ്, കുറച്ച് പേർക്ക് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നത്. നമുക്കൊരു ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് 2 ഫ്രാക്ഷൻസ് എടുക്കാം. 2/3 × 9/4 ചെയ്യാം. 2/3 × 9/4. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്തെന്ന് നമുക്ക് നോക്കാം. നോർമലി നമ്മൾ ഇപ്പോൾ 2 × 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 6 ആണെന്നറിയാം. 2 × 3 6 ആണെന്നറിയാം. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ? സോ ഇവിടെ ആക്ച്വലി by1 എന്ന് കാണുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല, ഇങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ 6 കിട്ടും, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ 6/1 = 6. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ, അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ എന്താ ആൻസർ വരും നോക്കാം. 2 × 9 ചെയ്ത് നമുക്ക് 18 വരും. 3 × 4 12 വരും. 18/12. 18/12 നമുക്ക് രണ്ടും ഇവൻ നമ്പേഴ്സാണ്. സോ നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കാൻ സാധിക്കും, സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ 2 കൊണ്ട് വേണ്ടി ഡിവൈഡ് ചെയ്യാം. 18/2 9 ആണ്, 12/2 6 ആണ്. വീണ്ടും നമുക്ക് അതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റുന്നുണ്ടാവും, കാരണം 9ഉം 6ഉം 3ൻ്റെ മൾട്ടിപ്പിൾസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 കൊണ്ട് 3 വരും, ഇവിടെ 2 വരും. സോ ഫൈനൽ ആൻസർ 3/2 എന്ന് കിട്ടും. വേണമെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യായിരുന്നു 18 12ഉം, അതിന് പകരം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യുന്നേ ഉള്ളൂ. സോ 3/2 ആൻസർ ആയിട്ട് കിട്ടും. ഇനി ഈ ഫ്രാക്ഷനെ ഇങ്ങനെ ചെയ്യാണ്ട് മറ്റൊരു രീതിയിലും കാണാമായിരുന്നു. അതായത് ഇവിടുന്ന് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പം 2/3 × 9/4 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനെ ആക്ച്വലി ഇങ്ങനെ എഴുതുന്നതുകൊണ്ടും തെറ്റില്ല. 2 × 9/3 × 4 ഇങ്ങനെ കാണുന്നതുകൊണ്ടും തെറ്റില്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, 9ഉം 3ഉം 2ഉം 4ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. ഇപ്പം 9ഉം 3ഉം എടുക്കുകയാണെങ്കിൽ 9ഉം 3ഉം എടുത്താൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3 വരും, ഇവിടെ 1 വരും. ഓക്കെ ആണല്ലോ. അടുത്ത 2ഉം 4ഉം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, താഴെ മുകളിൽ ഇവിടെ 1 വരും, ഇവിടെ 2 വരും. സോ നേരിട്ട് ആൻസർ 3/2 കിട്ടും. ഇത് ഇവിടെ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ 2 വരും, ഇവിടെ 1 വരും. ഇവിടെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 വരും, ഇവിടെ 3 വരും, 3/2. സോ ആൻസർ 3/2. ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ രണ്ടിൽ ഏത് മെത്തേഡും ചെയ്യാം. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് പോകണമെങ്കിൽ ഇങ്ങനെ മാക്സിമം ക്യാൻസലേഷൻ കഴിഞ്ഞിട്ട്, ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ മാക്സിമം ക്യാൻസലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോയാൽ മതി. സോ ആൻസർ 3/2 എന്ന് കിട്ടും. ഇനി ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 3/2നെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. 3/2 ഒരു വട്ടം പോവും, 1 2s are 2, റിമൈൻഡർ 1 and 1/2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ. ചെയ്തത് ഇത്രേ ഉള്ളൂ. 3/2 ഒരു വട്ടം പോവും, 1 2s are 2, റിമൈൻഡർ 1. സോ ഇതാണ് ഹരണഫലം. കോഷ്യന്റ് അതിവിടെ എഴുതി, ഇത് റിമൈൻഡർ ഇവിടെ വന്നു, ഇത് ഡിവൈസർ 1 and 1/2. ഇതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ന്യൂമറേറ്റ് അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറയും, സിംപ്ലിഫൈ ചെയ്യണം. ഇതാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്രാക്ഷൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് ആക്കുന്നതാണ് ഇത്. മറ്റൊരു സാധനം 18/12 നമ്മൾ എഴുതി, അതിൻ്റെ ഫൈനൽ ഉത്തരം 3/2 എന്ന് പറഞ്ഞില്ലേ. ഇതിനെ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയും. 18/12 എന്ന് പറയുന്നത് 3/2 തുല്യമാണ്. കാരണം വെട്ടി ചെറുതാക്കിയാൽ രണ്ടിടത്തും ഒരേപോലെ വരും. അതാണ് ഇക്വലന്റ് ഫ്രാക്ഷൻ എന്നും പറയാറുണ്ട്.
ബട്ട് അതൊക്കെ അത്ര ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് അല്ല, മനസ്സിലാക്കേണ്ടതുള്ളൂ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യും. ഓർത്തിരിക്കേണ്ടത് സിമ്പിൾ മെത്തേഡ് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ വെട്ടിച്ചെറുതാക്കാം. വെട്ടിച്ചെറുതാക്കിയതിന് ശേഷം മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോയാലും മതി. ഇപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കണ്ടു. ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്തിനാണ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷനിലും ആവശ്യം വരും. അതെങ്ങനെയും നോക്കാം. അടുത്തത് കാണാൻ പോകുന്നത് ഫ്രാക്ഷൻ ഡിവിഷനാണ്, ഭിന്നസംഖ്യകളുടെ ഹരണം. അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യാനായിട്ട് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 ഫ്രാക്ഷൻസ് നമുക്ക് എടുക്കാം. 3/4 ഡിവൈഡഡ് ബൈ 9/8 എടുക്കാം. 3/4 ഡിവൈഡ് ബൈ 9/8. ഫ്രാക്ഷൻ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സാധാരണ ഹരണങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ആക്ച്വലി 6/2 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ചെയ്യുന്നത് ഇങ്ങനെ 6/2 എന്ന് പറഞ്ഞ് ചെയ്യും. 3 ടൈംസ് പോവും ഇങ്ങനെ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ, 6/2 എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. ശരിയാണല്ലോ. ഈ 6/2നെ ഞാൻ ഇങ്ങനെ കാണാം, 6 × 1/2. ഇത് രണ്ടും ഒരുപോലെയാണോ എന്നാണ് നോക്കേണ്ടത്. ഈ 6/2ഉം ഈ 6 × 1/2ഉം ഇതുമെല്ലാം ഒരുപോലെയാണോ നോക്കേണ്ടത്. 6 × 1/2 ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഒരു ബൈ 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 1 6 ബൈ 2 × 1 2 6/2 = 3. ഇത് രണ്ടും ഒരുപോലെ അല്ലേ. സോ എന്താണ് ഇവിടെ ചെയ്തത്, 6/2 എന്നാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു. അതിനെ 6 × 1/2 എന്ന് കാണാമെന്ന് പറഞ്ഞു. അതായത് ഈ ഡിവൈഡ് എന്നുള്ള ഇൻറ്റു ആയി, 2 എന്നുള്ളത് 1/2 ആയി. 2ഉം 1/2 എന്താ 2ൻ്റെ റെസിപ്രോക്കലാണ് 1/2. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറിച്ചിട്ടത്. 2നെ മറിച്ചിട്ടപ്പോൾ 1/2 ആയി. അപ്പം മറിച്ചിട്ട് ഗുണിക്കുക നിങ്ങൾ കേട്ട് കാണും. ഫ്രാക്ഷൻ ഡിവിഷൻ വരുമ്പോൾ മറിച്ചിട്ട് ഗുണിക്കുക എന്ന് കേട്ട് കാണും കുറച്ച് പേരെങ്കിൽ. അപ്പോൾ മറിച്ചിട്ട് ഗുണിക്കലാണ് ഇവിടെയൊക്കെ ചെയ്യേണ്ടത്. ഡിവൈഡ് എന്ന് കാണുന്നത് നമ്മൾ ഇൻറ്റു ആക്കും. കാരണം മാനുവലി ഫ്രാക്ഷൻ ഡിവിഷൻ ഇല്ല, ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനാക്കി മാറ്റിയിട്ടാണ് നമ്മൾ മാനുവൽ സോൾവിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ 3/4 ഡിവൈഡ് കാണുന്നിടത്ത് ഇൻറ്റു ആവും. ഇത് മറിച്ചിടണം എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്നത് മുകളിൽ പോവും, മുകളിലുള്ള താഴെ വരും. 8/9 എന്ന് വരും. 3/4 × 8/9. അപ്പം നോർമൽ മൾട്ടിപ്ലിക്കേഷനായി. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള രീതിയാണ്. അതായത് 8ഉം 4ഉം നോക്കിയാൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 വരും. 3 9 നോക്കിയാൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 വരും, ഇവിടെ 3 വരും. അപ്പോൾ 1 × 2 എത്രയാ, 2 ഡിവൈഡഡ് ബൈ 1 × 3 3. 2/3 ആണ് നമ്മുടെ ആൻസർ. 2/3 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് മറിച്ചിട്ട് ഗുണിക്കണം. ഡിവൈഡ് സിമ്പൽ ഇൻറ്റു ആയിട്ട് മാറുന്നുണ്ടാവും. ഡിവൈഡ് സിമ്പൽ കഴിഞ്ഞ് ഹാരകത്തിൻ്റെ സിമ്പൽ കഴിഞ്ഞ് ഡിവൈഡ് സിമ്പൽ കഴിഞ്ഞിട്ട് കിടക്കുന്ന നമ്പർ അല്ലെങ്കിൽ ഫ്രാക്ഷൻ അതിനെ നമ്മൾ മറിച്ചിടും. 8/9 എന്നാക്കും. എന്നിട്ട് പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന മീൻസ് വെട്ടിക്കളയാൻ പറ്റുന്നത് വെട്ടിക്കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഡിവിഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫ്രാക്ഷൻ ഡിവിഷൻ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ, എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കി. എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ മറിച്ചിട്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഡിവിഷൻ വരുമ്പോൾ ഫ്രാക്ഷൻ ഡിവിഷനിൽ മറിച്ചിട്ട് ഗുണിക്കും. അപ്പോൾ ഫ്രാക്ഷൻ ഡിവിഷനിൽ നമുക്ക് 1-2 വെറൈറ്റീസ് ഉണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഡിവിഷൻ തന്നെയാണ്, ബട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സംഖ്യ കാണും, 6/9/2. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് എന്താ നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ 6 ആ വലിയ ബൈ ഇല്ലേ, ഈ വലിയ വര അത് ശരിക്കും പറഞ്ഞാൽ ഡിവൈഡാണ്. 6/9/2. 6നെ 9/2 കൊണ്ട് ഹരിക്കുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന സംഖ്യകളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഡിവൈഡ് വന്നാൽ എന്ത് ചെയ്യണം, മറിച്ചിട്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 6 × 9/2 എന്നുള്ളത് 2/9 ആവും. മറിച്ചിടുമ്പോൾ 2/9 ആവും.
ഇനിയിപ്പോൾ നമുക്കിത് വെട്ടി ചെറുതാക്കാം, എന്നിട്ട് പ്രൊസീഡ് ചെയ്താൽ മതിയാവും. 6ഉം 9 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ 2 വരും, ഇവിടെ നമുക്ക് 3 വരും. അപ്പോൾ 2 × 2 മോളിൽ 2 × 2 4/3. ആൻസർ 4/3 ആണ്. ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? നമുക്ക് ഇങ്ങനെയാണ് സംഖ്യ വന്നിരുന്നത്. ഈ 2 എങ്ങോട്ട് പോയി? ശരിക്കും മുകളിലേക്ക് പോയി. ഈ 2 മുകളിലേക്ക് പോയി. അപ്പോൾ 6 × 2/9 ആയി. കാരണം 6 / 9/2 എന്നായിരുന്നു ഇതിൻ്റെ അർത്ഥം. അതാണ് ഈ 2 മുകളിലേക്ക് പോയത്, 9 അടിയിലേക്ക് വന്നത് മറിച്ചിട്ട് ഗുണിച്ചപ്പോൾ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത നോക്കാം. 3/4/3. 3/4/3. 3/4/3 എന്നാണ് ഞാൻ വായിക്കുന്നത്. അതായത് 3/4 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ ഉണ്ട്, അതിനെ ÷ 3 ചെയ്യുന്നു. നോക്കിയാൽ മതി, ഈ വരയ്ക്കാണ് ഇച്ചിരി നീട്ടം കൂടുതൽ. അപ്പം ഇതിനെ നമ്മൾ ഇതുകൊണ്ട് ഹരിക്കുന്നു. ഇതിപ്പോൾ സാധാരണ ഫ്രാക്ഷൻ ഹരണം പോലെയായി. ഇനി നമുക്ക് മറിച്ചിട്ട് ഗുണിക്കാം. 3/4 × 1/3. 3/4 × 1/3. ഈ 3യും 3യും നമുക്ക് വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്തെങ്കിലും 1/4. ആൻസർ 1/4 ആണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ 3 എങ്ങോട്ടാണ് കയറിയത്? ഈ 4ൻ്റെ കൂടെ. 4ൻ്റെ കൂടെയാണ് ഈ 3 പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 3/4 × 3 എന്ന് വന്നു. അത് വെട്ടിക്കളഞ്ഞ് നമുക്ക് 1/4 എന്ന് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കിയാൽ ഈ മോഡൽ എവിടെ കണ്ടാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റിൽ 6 ÷ 9/2 ആയിരുന്നു. സെക്കൻഡിൽ 3/4, ഈ ഫ്രാക്ഷൻ ഒരുമിച്ചുള്ള 3/4 ÷ 3 ആയിരുന്നു. പിന്നെ മറിച്ചിട്ട് ഗുണം മാത്രം ചെയ്താൽ മതിയാവും. സോ ഫ്രാക്ഷൻ ഡിവിഷനിലെ 1-2 വെറൈറ്റീസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അടുത്തൊരു ടൈപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 5/3/4/3. 5/3/4/3. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത് രണ്ടും 2 ഫ്രാക്ഷൻസ് ആണ്. ഈ ആണ് നമുക്ക് ആ ഡിവൈഡ് സിമ്പിളായിട്ട് മാറാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. 5/3 ÷ 4/3. 5/3 ÷ 4/3. ഇപ്പം നോർമൽ ഫ്രാക്ഷൻ ഡിവിഷൻ പോലെയായി. എന്താ ചെയ്യേണ്ടത്? മറിച്ചിട്ട് ഗുണിക്കണം. 5/3 × 3/4 ചെയ്യും. 3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻസർ 5/4 വരും. ആൻസർ 5/4 വരും. സോ ഇവിടെ എന്താ ചെയ്തത്? ഈ 5/3 × ഇത് തിരിച്ചിട്ടാൽ മതി 3/4. സോ ഇങ്ങനെ നമുക്കൊരു 2 ഫ്രാക്ഷൻസ് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5/3 എഴുതിയിട്ട് ഇതങ്ങ് തിരിച്ചിടണം. 3/4 = ആൻസർ 5/4 വരും. സോ ഇപ്പോൾ ഈ കണ്ടതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിവിഷൻ വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ബേസിക് ആണ്. നിങ്ങൾ പലരും നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. കുറേ പേർക്ക് ഇപ്പോഴും ഇത് തറവായിട്ട് അറിയാമായിരിക്കാം. അറിയാമെങ്കിൽ നല്ലത്. അറിയാൻ പോയാത്തൊരു ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്പേഴ്സത്തിൽ മാത്രമല്ല പല ചാപ്റ്റേഴ്സിനും ചിലപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പലപ്പോഴും സംഖ്യകൾ ഒരു പക്ഷേ ഫ്രാക്ഷൻ രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഭിന്നസംഖ്യ ഗുണിക്കുന്നതും ഹരിക്കുന്നതും മനസ്സിലാകണം. സോ അവിടെ ഭിന്നസംഖ്യയുടെ ഹരണ സമയത്ത് മീൻസ് ഡിവിഷൻ കണ്ട സമയത്ത് നമ്മൾ മറിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ റെസിപ്രോക്കൽ എന്ന് പറയുന്ന ആശയം ഒന്ന് മനസ്സിലാക്കാൻ പോവാം. വ്യൂൽക്രമം എന്ന് പറയും. എന്താണ് വ്യൂൽക്രമം? റെസിപ്രോക്കൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാണുമായിരിക്കും. എങ്കിലും എന്തെങ്കിലും ഇനി ആശയങ്ങൾ ഉറയ്ക്കാനുണ്ടെങ്കിൽ, ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് നമുക്ക് ഈ സെഷനോടെ മാറ്റാം. റെസിപ്രോക്കൽ നമുക്ക് നമ്പേഴ്സിലും ഫ്രാക്ഷൻസിലും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആകുന്ന. സോ വ്യൂൽക്രമം മറിച്ചിട്ട് ഗുണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സംഖ്യ മീൻസ് ഒരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ മറിച്ചിട്ടു എന്നൊക്കെ മനസ്സിലായി കാണും. സോ ഏകദേശം ഒരു ബേസിക് ഐഡിയ ലഭിച്ചു കാണുമെന്ന് അറിയാം. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സംഖ്യ എടുക്കുന്നു 2. ഇതിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യൂൽക്രമം ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ എഴുതുക? നേരത്തെ പറഞ്ഞ ആശയങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ 1/2 എന്ന് എഴുതും. എന്തുകൊണ്ടാണ്? 2 എന്ന് പറഞ്ഞ സംഖ്യയെ നമുക്ക് 2/1 എന്ന് പറഞ്ഞ് കാണുന്നത് കൊണ്ട് തെറ്റില്ല. 2/1 എന്ന് പറഞ്ഞ് അതിനെ നിർവചിക്കാം. അതിൻ്റെ ആൻസർ നമുക്ക് 2 തന്നെ ലഭിക്കുകയുള്ളൂ. സോ ഇങ്ങനെ കാണാൻ സാധിച്ചാൽ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വൽ കിടക്കുന്ന സംഖ്യയിൽ അവിടെ ഛേദത്തിൽ എന്തുണ്ടോ അത് അംശത്തിലേക്ക് പോവും. അംശത്തിൽ കിടക്കുന്ന ഛേദത്തിലേക്ക് വരും. അതാണ് നമ്മൾ മറച്ചിടുക കൊണ്ട് ഉദ്ദേശിച്ചത്. സോ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതാണ്. താഴെ ഉള്ളത് മുകളിലേക്കും മുകളിൽ കിടന്ന ആൾ താഴത്തേക്കും വരും. പൊസിഷൻ ചേഞ്ച് ചെയ്യും. അതാണ് വ്യൂൽക്രമം അഥവാ റെസിപ്രോക്കൽ. സോ അങ്ങനെയെങ്കിൽ ജസ്റ്റ് 1-2 നമ്പേഴ്സ് എടുത്ത് എക്സാമ്പിൾസ് മാത്രം നോക്കുകയാണ്.
3/7. ഇതിന്റെ വ്യൂൽ ക്രമം ചോദിച്ചാൽ എന്ത് എഴുതും? 7/3. ശരിയല്ലേ? 5 എന്ന് പറയുന്ന സംഖ്യയുടെ വ്യൂൽ ക്രമം ചോദിച്ചാൽ 1/5 എന്ന് പറയാൻ പറ്റും. അതേപോലെ 1/8ന്റെ വ്യൂൽ ക്രമം അതോ റെസിപ്രോക്കൽ ചോദിച്ചാൽ 8 എന്ന് പറയാൻ പറ്റും. 8/1 എന്ന് പറഞ്ഞ് കണ്ടാൽ അതിനെ 8 എന്ന് കാണുന്നതും സെയിം ആണ്. സോ ആൻസർ 8 എന്ന് പറയാൻ പറ്റും. സോ രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിന്റെ വ്യൂൽ ക്രമങ്ങളുടെ തുക, വ്യൂൽ ക്രമങ്ങളുടെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിൽ വരുന്നുണ്ടാവും. സോ അവിടെ വെച്ച് അതിന്റെ വേറെ കുറച്ച് രസകരമായ ആശയങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. രണ്ട് സംഖ്യകൾ സങ്കല്പിക്കുക, രണ്ട് എണ്ണൽ സംഖ്യകൾ, സെയിം സംഖ്യകൾ സങ്കല്പിക്കരുത്, വ്യത്യസ്തമായ സംഖ്യകൾ സങ്കല്പിക്കുക. എന്നിട്ട് അവയുടെ വ്യൂൽക്രമങ്ങൾ എടുത്തിട്ട് കൂട്ടുക, വ്യൂൽക്രമങ്ങൾ എടുത്തിട്ട് കുറയ്ക്കുക, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ കുറച്ച് ആശയങ്ങൾ മനസ്സിലേക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവും. വന്നാൽ നല്ലത്, ഇല്ലെങ്കിൽ ജസ്റ്റ് കണ്ടുപിടിച്ചൊക്കെ നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ സെഷൻസ് ഒക്കെ വേറെ വരുന്നുണ്ടാവും. ആ സമയത്ത് ഈ വ്യൂൽക്രമവുമായി ബന്ധപ്പെട്ട രസകരമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും.